ശാന്തി 20-12-24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഓർമ്മയിൽ ഇരിക്കുന്നതിൻ്റെ പ്രാക്ടീസ് ചെയ്യൂ. അപ്പോൾ സദാ ഹർഷിതമുഖരും വിടർന്നവരും ആയിരിക്കും. ബാബയുടെ സഹായം ലഭിച്ചുകൊണ്ടിരിക്കും. ഒരിക്കലും വാടിപ്പോവുകയില്ല. ചോദ്യം: കുട്ടികളായ നിങ്ങൾ ഏത് ലഹരിയോടെയാണ് ഈ ഗോഡ്ലി സ്റ്റുഡൻറ് ലൈഫ് നയിക്കേണ്ടത്? ഉത്തരം: നമ്മൾ ഈ പഠനത്തിലൂടെ പ്രിൻസും പ്രിൻസസും ആകും എന്ന ലഹരി സദാ ഉണ്ടായിരിക്കട്ടെ. കളിച്ചും ചിരിച്ചും ജ്ഞാനത്തിൻ്റെ ഡാൻസ് ചെയ്തും ഈ ലൈഫ് നയിക്കണം. സദാ അവകാശിയായി പുഷ്പം ആകുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കൂ. ഇത് പ്രിൻസും പ്രിൻസസും ആകുന്നതിനുള്ള കോളേജാണ്. ഇവിടെ പഠിക്കുകയും വേണം, പഠിപ്പിക്കുകയും വേണം. പ്രജകളെയും തയ്യാറാക്കണം. അപ്പോൾ രാജാവാകുവാൻ സാധിക്കും. ബാബയാണെങ്കിൽ പഠിച്ചിട്ടുള്ളവൻ തന്നെയാണ്. ആ ഒന്നിന് പഠിക്കേണ്ട ആവശ്യമില്ല. ഗീതം: കുട്ടിക്കാലത്തിൻ്റെ ദിവസങ്ങൾ മറന്നു പോകരുത്. ഓം ശാന്തി. ഈ ഗീതം വിശേഷിച്ച് കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. സിനിമാ ഗീതമാണ് എങ്കിലും ചില ഗീതം നിങ്ങൾക്ക് വേണ്ടിയുള്ളത് തന്നെയാണ്. ആരാണോ സൽപുത്രരായ കുട്ടികൾ, അവർ ഗീതം കേൾക്കുന്ന സമയത്ത് അതിൻ്റെ അർത്ഥം തൻ്റെ മനസ്സിൽ കൊണ്ടുവരേണ്ടതുണ്ട്. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, എൻ്റെ ഓമന സന്താനങ്ങളെ, കാരണം നിങ്ങൾ കുട്ടികളായിരിക്കുകയാണ്. കുട്ടിയായി മാറുമ്പോഴാണ് ബാബയുടെ സമ്പത്തിൻ്റെയും ഓർമ്മയുണ്ടായിരിക്കുന്നത്. കുട്ടിയാകുന്നേയില്ലെങ്കിൽ ഓർമ്മിക്കേണ്ടി വരും. കുട്ടികൾക്ക് സ്മൃതിയുണ്ടായിരിക്കും. നമ്മൾ ഭാവിയിൽ ബാബയുടെ സമ്പത്ത് നേടും. ഇത് രാജയോഗമാണ്, പ്രജായോഗമല്ല. നമ്മൾ ഭാവിയിൽ പ്രിൻസസ് ആകും. നമ്മൾ ആ ഒന്നിൻ്റെ കുട്ടികളാണ്. ബാക്കി ഏതെല്ലാം മിത്രസംബന്ധികളും മറ്റുമുണ്ടോ, അവരെയെല്ലാം മറക്കേണ്ടി വരും. ഒന്നല്ലാതെ രണ്ടാമതാരും ഓർമ്മ വരരുത്. ദേഹത്തിൻ്റെയും ഓർമ്മ വരരുത്. ദേഹാഭിമാനം ഇല്ലാതാക്കി ദേഹി അഭിമാനിയാകണം. ദേഹാഭിമാനത്തിൽ വരുന്നതിലൂടെ തന്നെയാണ് അനേകം പ്രകാരത്തിലുള്ള സങ്കല്പ വികൽപ്പങ്ങൾ തലകീഴായി വീഴ്ത്തുന്നത്. ഓർമ്മിക്കുന്നതിൻ്റെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ സദാ ഹർഷിതമുഖരും വിടർന്ന പുഷ്പവും ആയിരിക്കും. ഓർമ്മ മറക്കുന്നതിലൂടെ പുഷ്പം വാടിപ്പോകുന്നു. ധൈര്യം കുട്ടികളുടേത്, സഹായം ബാബയുടേത്. കുട്ടിയെ ആകാതിരുന്നാൽ ബാബ ഏത് കാര്യത്തിൽ സഹായിക്കുവാനാണ്? കാരണം അവരുടെ മാതാവും പിതാവും രാവണനാകുന്ന മായയാണ്. അപ്പോൾ അതിൽ നിന്നും വീഴുന്നതിൻ്റെ സഹായമാണ് ലഭിക്കുക. അപ്പോൾ ഈ ഗീതം മുഴുവൻ കുട്ടികളായ നിങ്ങളെക്കുറിച്ച് ഉണ്ടാക്കിയതാണ്. കുട്ടിക്കാലത്തെ ദിവസങ്ങൾ മറന്നു പോകരുത്. ബാബയെ ഓർമ്മിക്കണം. ഓർമ്മിച്ചില്ലെങ്കിൽ ഇന്ന് ചിരിക്കും, നാളെ പിന്നെ കരഞ്ഞുകൊണ്ടിരിക്കും. ഓർമ്മിക്കുന്നതിലൂടെ സദാ ഹർഷിത മുഖം നിലനിൽക്കും. കുട്ടികളായ നിങ്ങൾക്കറിയാം, ചില വാക്കുകൾ ശരിയായിട്ടുള്ള ഒരേ ഒരു ഗീതാശാസ്ത്രമാണുള്ളത്. യുദ്ധമൈതാനത്തിൽ മരിക്കുകയാണെങ്കിൽ സ്വർഗത്തിൽ പോകും എന്ന് എഴുതിയിരിക്കുന്നു. എന്നാൽ ഇതിൽ ഹിംസാത്മക യുദ്ധത്തിൻ്റെ കാര്യമേയില്ല. കുട്ടികളായ നിങ്ങൾക്ക് ബാബയിൽ നിന്ന് ശക്തിയെടുത്ത് മായയുടെ മേൽ ജയം നേടേണ്ടതുണ്ട്. അപ്പോൾ തീർച്ചയായും ബാബയെ ഓർമ്മിക്കേണ്ടി വരും. അപ്പോൾ തന്നെയാണ് നിങ്ങൾ സ്വർഗത്തിൻ്റെ അധികാരിയാകുന്നത്. അവർ പിന്നെ സ്ഥൂല ആയുധവും മറ്റും ഇരുന്ന് കാണിച്ചിരിക്കുകയാണ്. ജ്ഞാന കഠാര, ജ്ഞാന ബാണം എന്ന വാക്ക് കേട്ടിട്ടുണ്ട്. അപ്പോൾ സ്ഥൂല രൂപത്തിൽ ആയുധങ്ങൾ നൽകിയിരിക്കുകയാണ്. വാസ്തവത്തിൽ ഇത് ജ്ഞാനത്തിൻ്റെ കാര്യങ്ങളാണ്. പിന്നെ ഇത്രയും ഭുജങ്ങളുടെയോ മറ്റോ കാര്യമൊന്നുമില്ല.
ഇത് യുദ്ധത്തിൻ്റെ മൈതാനമാണ്. യോഗത്തിലിരുന്ന് ശക്തിയെടുത്ത് വികാരങ്ങളുടെ മേൽ ജയം നേടണം. ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ സമ്പത്ത് ഓർമ്മ വരും. അവകാശികൾ തന്നെയാണ് സമ്പത്ത് നേടുന്നത്. അവകാശി ആകുന്നില്ലെങ്കിൽ പിന്നെ പ്രജയായി മാറുന്നു. ഇത് രാജയോഗമാണ്, പ്രജായോഗമല്ല. ഈ വിശദീകരണം ബാബയ്ക്കല്ലാതെ മറ്റാർക്കും നൽകുവാൻ സാധിക്കില്ല. ബാബ പറയുന്നു, എനിക്ക് ഈ സാധാരണ ശരീരത്തിൻ്റെ ആധാരമെടുത്ത് വരേണ്ടി വരുന്നു. പ്രകൃതിയുടെ ആധാരം എടുക്കാതെ കുട്ടികളായ നിങ്ങളെ രാജയോഗം എങ്ങനെ പഠിപ്പിക്കും? ആത്മാവ് ശരീരം ഉപേക്ഷിച്ച് പോവുകയാണെങ്കിൽ പിന്നെ സംഭാഷണവുമൊന്നും സാധ്യമാവുകയില്ല. പിന്നെ എപ്പോഴാണോ ശരീരം ധാരണ ചെയ്യുന്നത്, കുട്ടി അല്പം വലുതാകുന്നത്, അപ്പോൾ പുറത്തു വരികയും ബുദ്ധി തുറക്കുകയും ചെയ്യും. ചെറിയ കുട്ടികൾ പവിത്രം തന്നെയാണ്, അവരിൽ വികാരമുണ്ടായിരിക്കുന്നില്ല. സന്യാസിമാർ പടികൾ കയറിയ ശേഷം പിന്നെ താഴെ ഇറങ്ങുന്നു. സ്വന്തം ജീവിതത്തെ മനസ്സിലാക്കാൻ സാധിക്കും. കുട്ടികൾ പവിത്രം തന്നെയാണ്. അതിനാൽ തന്നെയാണ് കുട്ടികളും മഹാത്മാവും ഒരുപോലെയാണ് എന്ന് പാടപ്പെടുന്നത്. കുട്ടികളായ നിങ്ങൾക്കറിയാം, ഈ ശരീരം ഉപേക്ഷിച്ച് നമ്മൾ പ്രിൻസസ് ആകും. മുൻപ് നമ്മൾ ആയിരുന്നു, ഇപ്പോൾ വീണ്ടും ആകുന്നു. ഇങ്ങനെയുള്ള ചിന്തകൾ സ്റ്റുഡൻസിന് ഉണ്ടായിരിക്കും. ആര് കുട്ടികളാവുകയും പിന്നെ വിശ്വസ്തരും ആജ്ഞാകാരിയുമായി ശ്രീമത്തിലൂടെ നടക്കുകയും ചെയ്യുന്നുണ്ടാകുമോ, അവരുടെ ബുദ്ധിയിലായിരിക്കും ഇതും വരുന്നത്. ഇല്ലെങ്കിൽ പിന്നെ ശ്രേഷ്ഠ പദം നേടുവാൻ സാധിക്കില്ല. ടീച്ചർ പഠിത്തമുള്ളയാൾ തന്നെയാണ്. ആ ഒന്ന് പഠിക്കുകയും പിന്നെ പഠിപ്പിക്കുകയും ചെയ്യുന്നു എന്നല്ല, അങ്ങനെയല്ല. ടീച്ചർ പഠിത്തം ഉള്ളയാൾ തന്നെയാണ്. ആ ഒന്നിനെ നോളജ്ഫുൾ എന്ന് പറയുന്നു. സൃഷ്ടിയുടെ ആദിമധ്യ അന്ത്യത്തിൻ്റെ നോളജ് മറ്റാരും അറിയുന്നില്ല. ആദ്യം അത് പിതാവാണ് എന്ന നിശ്ചയം വേണം. അഥവാ ആരുടെയെങ്കിലും ഭാഗ്യത്തിലില്ലെങ്കിൽ പിന്നെ ഉള്ളിൽ സംഘർഷം നടന്നുകൊണ്ടിരിക്കും. നടക്കുവാൻ സാധിക്കുമോ എന്നറിയില്ല എന്ന് ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. എപ്പോഴാണോ നിങ്ങൾ ബാബയുടെ മടിത്തട്ടിൽ വരുന്നത്, അപ്പോൾ ഈ വികാരങ്ങളുടെ രോഗം കൂടുതൽ ശക്തമായി പുറത്തു വരും. വൈദ്യന്മാരും പറയുന്നു രോഗം മൂർച്ഛിക്കും എന്ന്. ബാബയും പറയുന്നു, നിങ്ങൾ കുട്ടികളാകുമ്പോൾ ദേഹാഭിമാനത്തിൻ്റെയും കാമത്തിൻ്റെയും ക്രോധത്തിൻ്റെയും മറ്റും രോഗം വർദ്ധിക്കും. ഇല്ലെങ്കിൽ പരീക്ഷ എങ്ങനെ നടക്കും? എവിടെയെങ്കിലും കുഴങ്ങിപ്പോവുകയാണെങ്കിൽ ചോദിച്ചുകൊണ്ടിരിക്കൂ. എപ്പോഴാണോ നിങ്ങൾ രുസ്തം ആകുന്നത്, അപ്പോൾ മായ നല്ലവണ്ണം വീഴ്ത്തുന്നു. നിങ്ങൾ ബോക്സിങ്ങിലാണ്. കുട്ടിയായി മാറിയിട്ടില്ലെങ്കിൽ ബോക്സിങ്ങിൻ്റെ കാര്യമേ ഇല്ല. അവരാണെങ്കിൽ തൻ്റെ തന്നെ സങ്കല്പ വികല്പങ്ങളിൽ മുങ്ങി താണുകൊണ്ടിരിക്കുന്നു. ഒരു സഹായവും ലഭിക്കുന്നതേയില്ല. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, മമ്മ ബാബ എന്ന് പറയുന്നു എന്നിരിക്കെ ബാബയുടെ കുട്ടി ആകേണ്ടി വരും. പിന്നെ ഇത് നമ്മുടെ ആത്മീയ പിതാവാണ് എന്നത് ഹൃദയത്തിൽ ഉറയ്ക്കുന്നു. ബാക്കി ഇത് യുദ്ധത്തിൻ്റെ മൈതാനമാണ്. ഇതിൽ ഭയപ്പെടരുത്. കൊടുങ്കാറ്റിൽ നിലനിൽക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നറിയില്ല എന്നല്ല. ഇവരെ ദുർബലർ എന്ന് പറയുന്നു. ഇതിൽ സിംഹം ആകേണ്ടി വരും. പുരുഷാർത്ഥത്തിന് വേണ്ടി നല്ല മതം സ്വീകരിക്കേണ്ടത് ആവശ്യമാണ്. ബാബയോട് ചോദിക്കേണ്ടത് ആവശ്യമാണ്. ധാരാളം കുട്ടികൾ തൻ്റെ അവസ്ഥ എഴുതി അയക്കുന്നു. ബാബയ്ക്ക് തന്നെയാണ് സർട്ടിഫിക്കറ്റ് നൽകേണ്ടത്. ഇദ്ദേഹത്തിൽ നിന്നും ഒളിപ്പിച്ചേക്കാം, പക്ഷേ ശിവ് ബാബയിൽ നിന്നും ഒളിപ്പിക്കുവാൻ സാധിക്കില്ല. ധാരാളം പേർ ഒളിപ്പിക്കുന്നു. എന്നാൽ ആ ഒന്നിൽ നിന്നും യാതൊന്നും ഒളിക്കുവാൻ സാധിക്കില്ല. നല്ലതിൻ്റെ ഫലം നല്ലതും മോശമായതിൻ്റെ ഫലം മോശവും ആയിരിക്കും.
സത്യത്രേതാ യുഗങ്ങളിൽ എല്ലാം നല്ലത് തന്നെ നല്ലതായിരിക്കും. നല്ലതും മോശവും പാപവും പുണ്യവും ഇവിടെയാണ് ഉണ്ടാകുന്നത്. അവിടെ ദാനപുണ്യങ്ങളും ചെയ്യപ്പെടുന്നില്ല. പ്രാപ്തി തന്നെയാണുള്ളത്. ഇവിടെ നമ്മൾ ടോട്ടൽ സറണ്ടർ ആകുന്നു. അപ്പോൾ ബാബ 21 ജന്മത്തേക്ക് റിട്ടേണായി നൽകുന്നു. ഫാദറിനെ ഫോളോ ചെയ്യേണ്ടതുണ്ട്. അഥവാ തലകീഴായ പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ ബാബയുടെ പേരിനും ദുഷ്പേരുണ്ടാകും. അതിനാൽ ശിക്ഷണവും നൽകേണ്ടി വരുന്നു. രൂപ് ബസന്തും എല്ലാവർക്കും ആകേണ്ടതുണ്ട്. ആത്മാക്കളായ നമ്മളെ ബാബ പഠിപ്പിച്ചു. പിന്നെ നമ്മൾ മറ്റുള്ളവരെ പഠിപ്പിക്കുകയും വേണം. സത്യമായ ബ്രാഹ്മണർ സത്യമായ ഗീത കേൾപ്പിക്കണം. മറ്റേതെങ്കിലും ശാസ്ത്രങ്ങളുടെ കാര്യമേയില്ല. മുഖ്യമായത് ഗീതയാണ്. ബാക്കിയുള്ളവ അതിൻ്റെ കുട്ടികളാണ്. അതിലൂടെ ആരുടെയും മംഗളം ഉണ്ടാകില്ല. എന്നെ ആർക്കും ലഭിക്കുന്നില്ല. ഞാൻ തന്നെയാണ് വന്ന് വീണ്ടും സഹജജ്ഞാനവും സഹജയോഗവും പഠിപ്പിക്കുന്നത്. സർവശാസ്ത്രമയ ശിരോമണി ഗീതയാണ്. ആ സത്യമായ ഗീതയിലൂടെ സമ്പത്ത് ലഭിക്കുന്നു. ശ്രീകൃഷ്ണനും ഗീതയിലൂടെയാണ് സമ്പത്ത് ലഭിച്ചത്. ഗീതയുടെയും രചയിതാവായ ബാബയിരുന്ന് സമ്പത്ത് നൽകുന്നു. പിന്നെ ഗീതാശാസ്ത്രത്തിലൂടെ സമ്പത്ത് ലഭിക്കുന്നില്ല. രചയിതാവ് ഒന്നാണ്. ബാക്കി ആ ഒന്നിൻ്റെ രചനയാണ്. ആദ്യ നമ്പറിലെ ശാസ്ത്രമാണ് ഗീത. അപ്പോൾ ശേഷം ഏതെല്ലാം ശാസ്ത്രങ്ങൾ ഉണ്ടാകുന്നുവോ അവയിലൂടെയും സമ്പത്ത് ലഭിക്കുക സാധ്യമല്ല. സമ്പത്ത് ലഭിക്കുന്നത് തന്നെ നേരിട്ടാണ്. മുക്തിയുടെ സമ്പത്ത് സർവർക്കും ലഭിക്കേണ്ടതുണ്ട്. എല്ലാവർക്കും തിരികെ പോകേണ്ടതുണ്ട്. പിന്നെ സ്വർഗത്തിൻ്റെ സമ്പത്ത് ലഭിക്കുന്നത് പഠനത്തിലൂടെയാണ്. പിന്നെ ആര് എത്ര പഠിക്കുമോ അതുപോലെ ബാബ നേരിട്ട് പഠിപ്പിക്കുന്നു. ആരാണ് പഠിപ്പിക്കുന്നത് എന്ന നിശ്ചയം ഇല്ലാത്തത് വരെയും എന്ത് മനസ്സിലാക്കുവാനാണ്? എന്ത് പ്രാപ്തി ചെയ്യാൻ സാധിക്കും? എന്നിരുന്നാലും ബാബയിൽ നിന്നും കേട്ടുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ജ്ഞാനത്തിൻ്റെ വിനാശം ഉണ്ടാകുന്നില്ല. എത്രത്തോളം സുഖം ലഭിക്കുമോ പിന്നെ മറ്റുള്ളവർക്കും സുഖം നൽകും. പ്രജകളെ തയ്യാറാക്കുമെങ്കിൽ പിന്നെ സ്വയം രാജാവായി മാറും. നമ്മുടേത് സ്റ്റുഡൻറ് ലൈഫാണ്. ചിരിച്ചും കളിച്ചും ജ്ഞാനത്തിൻ്റെ ഡാൻസ് ചെയ്ത് നമ്മൾ പോയി പ്രിൻസ് ആകും. സ്റ്റുഡൻറ്റിനറിയാം നമുക്ക് പ്രിൻസ് ആകേണ്ടതുണ്ട്. അപ്പോൾ സന്തോഷത്തിൻ്റെ രസം കയറും. ഇത് പ്രിൻസസിൻ്റെ കോളേജാണ്. അവിടെ പ്രിൻസസിന് പ്രത്യേകം കോളേജ് ഉണ്ടായിരിക്കും. വിമാനങ്ങളിൽ കയറി പോകുന്നു. അവിടുത്തെ വിമാനവും ഫുൾ പ്രൂഫ് ആയിരിക്കും. ഒരിക്കലും തകരുകയില്ല. ഒരിക്കലും ഒരു രീതിയിലും ആക്സിഡൻറ്റ് ഉണ്ടാകാൻ പോകുന്നതേയില്ല. ഇതെല്ലാം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഒന്നാമതായി ബാബയോട് പൂർണ്ണമായും ബുദ്ധിയോഗം വെക്കേണ്ടി വരും. രണ്ടാമതായി ബാബയ്ക്ക് എല്ലാ സമാചാരവും നൽകേണ്ടി വരും. ആരെല്ലാമാണ് മുള്ളുകളിൽ നിന്നും പുഷ്പമായത്? ബാബയോട് പൂർണ്ണമായും കണക്ഷൻ വെക്കേണ്ടി വരും. അതിലൂടെ ടീച്ചറും ഡയറക്ഷൻ നൽകിക്കൊണ്ടിരിക്കും. ആരാണ് അവകാശിയായി പുഷ്പമാകുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്യുന്നത്? മുള്ളിൽ നിന്നും മൊട്ടായി മാറി പിന്നെ പുഷ്പമാകുന്നത് കുട്ടിയായി മാറുമ്പോഴാണ്. ഇല്ലെങ്കിൽ മൊട്ടായി തന്നെ അവശേഷിക്കും. അതിനർത്ഥം പ്രജയിൽ വരും. ഇപ്പോൾ ആര് എങ്ങനെയുള്ള പുരുഷാർത്ഥം ചെയ്യുമോ അങ്ങനെയുള്ള പദവി നേടും. ഒരാൾ ഓടുമ്പോൾ നമ്മൾ അയാളുടെ വാലിൽ പിടിക്കും എന്നത് പാടില്ല. ഭാരതവാസികൾ ഇങ്ങനെ വിചാരിക്കുന്നു. പക്ഷേ വാൽ പിടിക്കുന്നതിൻ്റെ കാര്യമേയില്ല. ആര് ചെയ്യുമോ അവർ നേടും. ആര് പുരുഷാർത്ഥം ചെയ്യുമോ 21 ജന്മത്തേക്ക് അവരുടെ പ്രാപ്തി ഉണ്ടാകും. വൃദ്ധർ തീർച്ചയായും ഉണ്ടായിരിക്കും. എന്നാൽ അകാല മൃത്യു ഉണ്ടാകുന്നില്ല. എത്ര വലിയ പദവിയാണ്! ബാബ മനസ്സിലാക്കുന്നുണ്ട്. ഇവരുടെ ഭാഗ്യം തുറന്നിരിക്കുന്നു. അവകാശിയായിരിക്കുന്നു. ഇപ്പോൾ പുരുഷാർത്ഥിയാണ്. പിന്നെ റിപ്പോർട്ടും ചെയ്യുന്നു. ബാബ
ഇന്ന വിഘ്നം വരുന്നു, ഇതുണ്ടാകുന്നു. ഓരോരുത്തരും കണക്ക് നൽകേണ്ടതുണ്ട്. ഇത്രയും പ്രയത്നം മറ്റൊരു സത്സംഗത്തിലും ഉണ്ടാകുന്നില്ല. ബാബയാണെങ്കിൽ ചെറിയ ചെറിയ കുട്ടികളെയും സന്ദേശിയാക്കി മാറ്റുന്നു. യുദ്ധത്തിൽ മെസ്സേജ് കൊണ്ടുവരുന്നവരും വേണമല്ലോ. ഇത് യുദ്ധത്തിൻ്റെ മൈതാനമാണ്. ഇവിടെ നിങ്ങൾ മുന്നിലിരുന്ന് കേൾക്കുന്നു. അപ്പോൾ വളരെ നല്ലതായി തോന്നുന്നു. ഹൃദയം സന്തോഷിക്കുന്നു. പുറത്തു പോവുകയും കൊക്കുകളുടെ കൂട്ട് ലഭിക്കുകയും ചെയ്യുമ്പോൾ സന്തോഷം പറന്നു പോകുന്നു. അവിടെ മായയുടെ പൊടിയുണ്ടല്ലോ. അതിനാൽ ഉറച്ചവർ ആകേണ്ടി വരും. ബാബ എത്ര സ്നേഹത്തോടെ പഠിപ്പിക്കുന്നു, എത്ര ഫെസിലിറ്റീസ് നൽകുന്നു. ഇങ്ങനെയും ധാരാളം പേരുണ്ട്. അവർ നല്ലത് നല്ലത് എന്ന് പറഞ്ഞ ശേഷം അപ്രത്യക്ഷമാകുന്നു. വിരളം പേർക്ക് മാത്രമേ നിൽക്കുവാൻ സാധിക്കുന്നുള്ളൂ. ഇവിടെയാണെങ്കിൽ ജ്ഞാനത്തിൻ്റെ ലഹരി ആവശ്യമാണ്. മദ്യത്തിനും ലഹരിയുണ്ടല്ലോ. ആരെങ്കിലും പാപ്പരായെന്നിരിക്കട്ടെ, മദ്യം കുടിച്ചു, ശക്തമായി ലഹരി കയറി, അപ്പോൾ വിചാരിക്കും നമ്മൾ രാജാക്കന്മാരുടെയും രാജാവാണ്. ഇവിടെ കുട്ടികളായി നിങ്ങൾക്ക് ദിവസവും ജ്ഞാനാമൃതത്തിൻ്റെ ചഷകം ലഭിക്കുന്നു. ധാരണ ചെയ്യുന്നതിനായി ദിനം പ്രതിദിനം ഇങ്ങനെയുള്ള പോയിന്റ്സ് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അതിലൂടെ ബുദ്ധിയുടെ പൂട്ട് തന്നെ തുറക്കുന്നു. അതിനാൽ മുരളിയും ഏതു വിധേനയും പഠിക്കണം. ഏതുപോലെ ഗീത ദിവസവും പഠിക്കുന്നുണ്ടല്ലോ, ഇവിടെയും ദിവസവും ബാബയിൽ നിന്നും പഠിക്കേണ്ടി വരും. ചോദിക്കണം, എൻ്റെ ഉന്നതി ഉണ്ടാകുന്നില്ല, എന്താണ് കാരണം? വന്ന് മനസ്സിലാക്കണം. അത് നമ്മുടെ പിതാവാണ് എന്ന ആർക്ക് പൂർണ്ണ നിശ്ചയമുണ്ടോ അവരാണ് വരുന്നത്. നിശ്ചയബുദ്ധി ആകുന്നതിനു വേണ്ടി പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാകരുത്. നിശ്ചയം ഒന്നേ ഉള്ളൂ, അതിൽ പെർസെൻറ്റേജ് ഇല്ല. ബാബ ഒന്നാണ്, ആ ഒന്നിൽ നിന്നും സമ്പത്ത് ലഭിക്കുന്നു. ഇവിടെ ആയിരങ്ങൾ പഠിക്കുന്നു, എന്നിട്ടും നിശ്ചയം എങ്ങനെ വരുത്തും എന്ന് പറയുന്നു. അവരെ ഭാഗ്യം കെട്ടവർ എന്ന് പറയുന്നു. ആരാണോ ബാബയെ തിരിച്ചറിയുകയും അംഗീകരിക്കുകയും ചെയ്യുന്നത് അവർ ഭാഗ്യശാലികളാണ്. ഏതെങ്കിലും രാജാവ് വന്ന് എൻ്റെ ദത്തുപുത്രനാകൂ എന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മടിയിൽ പോകുമ്പോൾ തന്നെ നിശ്ചയമുണ്ടാകുന്നുവല്ലോ. നിശ്ചയം എങ്ങനെ ഉണ്ടാകും എന്ന് പറയില്ല. ഇത് രാജയോഗമാണ്. ബാബ സ്വർഗത്തിൻ്റെ രചയിതാവാണ്. അപ്പോൾ സ്വർഗത്തിൻ്റെ അധികാരിയാക്കി മാറ്റുന്നു. നിശ്ചയം ഉണ്ടാകുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഭാഗ്യത്തിലില്ല. ആർക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കും? അംഗീകരിക്കുന്നില്ലെങ്കിൽ പിന്നെ പുരുഷാർത്ഥം എങ്ങനെ സാധ്യമാകും? അവർ മുടന്തി തന്നെ നടക്കും. പരിധിയില്ലാത്ത ബാബയിൽ നിന്നും ഭാരതവാസികൾക്ക് കൽപ്പകൽപ്പങ്ങളിൽ സ്വർഗത്തിൻ്റെ സമ്പത്ത് ലഭിക്കുന്നു. ദേവതമാർ ഉള്ളത് തന്നെ സ്വർഗത്തിലാണ്. കലിയുഗത്തിൽ രാജപദമില്ല. പ്രജകളുടെ മേൽ പ്രജകളുടെ രാജ്യമാണ്. പതീത ലോകമാണ്. അപ്പോൾ അതിനെ ബാബ പാവന ലോകം ആക്കിയില്ലെങ്കിൽ ആര് ആക്കുവാനാണ്? ഭാഗ്യത്തിലില്ലെങ്കിൽ പിന്നെ മനസ്സിലാക്കുകയില്ല. ഇത് തീർത്തും സഹജമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. ലക്ഷ്മി നാരായണൻ ഈ രാജപദത്തിൻ്റെ പ്രാപ്തി എപ്പോൾ നേടി? തീർച്ചയായും പൂർവജന്മത്തിലെ കർമ്മമാണ്. അതിനാൽ തന്നെയാണ് പ്രാപ്തി നേടിയത്. ലക്ഷ്മി നാരായണൻ സ്വർഗത്തിൻ്റെ അധികാരിയായിരുന്നു. ഇപ്പോൾ നരകമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ശ്രേഷ്ഠ കർമ്മം അഥവാ രാജയോഗം ബാബയ്ക്കല്ലാതെ മറ്റാർക്കും പഠിപ്പിക്കുവാൻ സാധിക്കില്ല. ഇപ്പോൾ സർവരുടെയും അന്തിമ ജന്മമാണ്. ബാബ രാജയോഗം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ദ്വാപരയിൽ രാജയോഗം പഠിപ്പിക്കുകയില്ല. ദ്വാപരയ്ക്ക് ശേഷം സത്യയുഗം വരില്ല. ഇവിടെയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കിയ ശേഷം പോകുന്നു. പുറത്തു പോകുമ്പോൾ തന്നെ ശൂന്യമായി പോകുന്നു. ചെപ്പിൽ മൺകട്ട അവശേഷിക്കുകയും രത്നം പുറത്തു പോവുകയും ചെയ്യുന്നത് പോലെ ജ്ഞാനം കേട്ട് കേട്ട് പിന്നെ വികാരത്തിൽ വീണുവെങ്കിൽ കഴിഞ്ഞു.
ബുദ്ധിയിൽ നിന്നും ജ്ഞാനരത്നങ്ങൾ മാഞ്ഞു പോകുന്നു. ഇങ്ങനെയും ധാരാളം പേർ എഴുതുന്നു, ബാബ പ്രയത്നിച്ച് പിന്നെ ഇന്ന് വീണുപോയി. വീണു എന്നാൽ സ്വയം തനിക്കും കുലത്തിനും കളങ്കമുണ്ടാക്കി, ഭാഗ്യത്തിന്മേൽ വര വരച്ചു. വീട്ടിലും കുട്ടികൾ അഥവാ ഇങ്ങനെയുള്ള ഏതെങ്കിലും അകർത്തവ്യം ചെയ്യുകയാണെങ്കിൽ പറയുന്നു, ഇങ്ങനെയുള്ള കുട്ടി മരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഈ പരിധിയില്ലാത്ത ബാബ പറയുന്നു, കുല കളങ്കിതർ ആകാതിരിക്കൂ. അഥവാ വികാരങ്ങൾ ദാനം നൽകിയ ശേഷം തിരികെ എടുത്തുവെങ്കിൽ പദവി ഭ്രഷ്ടമായി പോകും. പുരുഷാർത്ഥം ചെയ്യണം, ജയം നേടണം. മുറിവേൽക്കുകയാണെങ്കിൽ വീണ്ടും എഴുന്നേൽക്കൂ. അടിക്കടി മുറിവേറ്റുകൊണ്ടിരിക്കുകയാണെങ്കിൽ തോറ്റ് ബോധം കെട്ടുപോകും. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ധാരാളം പേരുണ്ട്, പക്ഷേ ആരെങ്കിലും നിലനിൽക്കുകയും വേണം. മായ വളരെ തീവ്രമാണ്. പവിത്രതയുടെ പ്രതിജ്ഞ ചെയ്തു അഥവാ പിന്നെ വീണുവെങ്കിൽ വളരെ ശക്തമായി മുറിവേൽക്കുന്നു. തോണി അക്കരെയാകുന്നത് തന്നെ പവിത്രതയിലൂടെയാണ്. പ്യൂരിറ്റി ഉണ്ടായിരുന്നപ്പോൾ ഭാരതത്തിൻ്റെ കിരീടം തിളങ്ങിയിരുന്നു. ഇപ്പോഴാണെങ്കിൽ ഘോര അന്ധകാരമാണ്. ശരി, മധുരമധുരമായ സിഖിലത്തെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഈ യുദ്ധത്തിൻ്റെ മൈതാനത്തിൽ മായയെ ഭയപ്പെടരുത്. ബാബയിൽ നിന്നും പുരുഷാർത്ഥത്തിനു വേണ്ടി നല്ല മതം സ്വീകരിക്കണം. വിശ്വസ്തനും ആജ്ഞാകാരിയുമായി ശ്രീമത്തനുസരിച്ച് നടന്നുകൊണ്ടിരിക്കണം. ആത്മീയ ലഹരിയിൽ ഇരിക്കുന്നതിനായി ജ്ഞാന അമൃതത്തിൻ്റെ ചഷകം ദിവസവും കുടിക്കണം. മുരളി ദിവസവും പഠിക്കണം. ഭാഗ്യശാലി ആകുന്നതിനു വേണ്ടി ബാബയിൽ ഒരിക്കലും സംശയം വരരുത്. വരദാനം: ബ്രഹ്മ ബാബയ്ക്ക് സമാനം ജീവൻ മുക്ത സ്ഥിതി അനുഭവിക്കുന്ന കർമ്മബന്ധനങ്ങളിൽ നിന്നും മുക്തരായി ഭവിക്കട്ടെ. ബ്രഹ്മബാബ കർമ്മം ചെയ്യുമ്പോഴും കർമ്മങ്ങളുടെ ബന്ധനത്തിൽ കുടുങ്ങിയില്ല. സംബന്ധങ്ങൾ നിറവേറ്റുമ്പോഴും സംബന്ധങ്ങളുടെ ബന്ധനത്തിൽ ബന്ധിക്കപ്പെട്ടില്ല. ആ ഒന്ന് ധനത്തിൻ്റെയും സാധനങ്ങളുടെയും ബന്ധനത്തിൽ നിന്നും മുക്തമായിരുന്നു. ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുമ്പോഴും ജീവൻ മുക്ത സ്ഥിതി അനുഭവിച്ചു. ഇതേപോലെ ഫാദറിനെ ഫോളോ ചെയ്യൂ. ഏതെങ്കിലും മുൻപുള്ള കണക്കുകളുടെ ബന്ധനത്തിൽ ബന്ധിക്കരുത്. സംസ്കാരം, സ്വഭാവം, പ്രഭാവം, സമ്മർദ്ദം എന്നിവയുടെ ബന്ധനത്തിൽ വരരുത്. അപ്പോൾ കർമ്മബന്ധനമുക്തവും ജീവൻ മുക്തവും എന്ന് പറയും. സ്ലോഗൻ: തമോ ഗുണി വായുമണ്ഡലത്തിൽ സ്വയം തന്നെ സേഫ് ആക്കി വെക്കണമെങ്കിൽ സാക്ഷിയായി കളി കാണുന്നതിൻ്റെ അഭ്യാസം ചെയ്യൂ. ഓം ശാന്തി. ആത്മാവായ എൻ്റെ അനാദി സംസ്കാരം സൈലൻസിൻ്റേതാണ്. ഒരു സെക്കൻഡിൽ ഞാൻ ശബ്ദത്തിനുപരി സ്വീറ്റ് സൈലൻസ് ഹോമിൽ എത്തിച്ചേരുന്നു. ഏകാന്തവാസിയായി ഒരു ബാബയിൽ ഏകാഗ്രമായി
ഒന്നിൻ്റെ ഓർമ്മയുടെ അനന്തതയിലേക്ക് ഞാൻ പോകുന്നു. മനസ്സിൻ്റെ മൗനത്തിലൂടെ എന്നിൽ സൈലൻസിൻ്റെ സർവശ്രേഷ്ഠ ശക്തി ശേഖരിക്കപ്പെടുന്നു. വിശ്വമംഗളാർത്ഥം ശാന്തിയുടെ വരദാനി സ്വരൂപം ഞാൻ ധാരണ ചെയ്യുന്നു. ശാന്തിയുടെ ശക്തിയുടെ വൈബ്രേഷൻസ് വിശ്വമാകെ ഞാൻ വ്യാപിപ്പിക്കുന്നു. ശാന്തിയുടെ വൈബ്രേഷൻസ് വിശ്വത്തിലെ വായുമണ്ഡലം ശാന്തി സമ്പന്നമാക്കുന്നു. ശാന്തിയുടെ ഈ വായുമണ്ഡലത്തിൽ ആത്മാക്കളും പരമാത്മാ ശാന്തിയുടെ പ്രഭാവം ഏൽക്കുമ്പോൾ ശാന്ത സ്വരൂപ അവസ്ഥ കൈവരിക്കുന്നു.